ഇനി ഇവിടെയാണ് മെയിനായിട്ട് വേറൊരു പ്രോബ്ലം വരുന്നത്. പക്ഷേ കാര്യം എന്താണ് ഇവിടെ നമ്മുടെ ന്യൂട്ടൺ എന്താ പറയുന്നത്? ന്യൂട്ടൺ പറയുന്നത് there is only two conditions for a body and the first condition of a body is rest and second condition of the body is uniform motion with no acceleration or deceleration but it has a constant velocity എന്നാണ് ന്യൂട്ടൺ പറയുന്നത്. സോ ഈ രണ്ട് കണ്ടീഷൻസ് ഡിഫൈൻഡ് ബൈ ന്യൂട്ടൺ ആണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഇതിനകത്തൊരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാനുള്ള കാരണം. Now you know ആൽബർട്ട് ഐൻസ്റ്റീനെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ is regarded as one of the greatest scientists the world has ever seen. 1905 മുതൽ 1903 starting from 1905 മുതൽ ആൽബർട്ട് ഐൻസ്റ്റീൻ started publishing various papers questioning Newton's laws because some of the deductions made by Newton was not satisfactory as far as Einstein is concerned. അപ്പോൾ ഐൻസ്റ്റീനെ സംബന്ധിച്ചിടത്തോളം ന്യൂട്ടൻ്റെ ചില ഡിഡക്ഷൻസ്, ന്യൂട്ടൺസ് ലോസിലുള്ള ചില ഫ്ലോസ്, അതാണ് ഐൻസ്റ്റീനെ സംബന്ധിച്ചൊരു ക്യൂരിയോസിറ്റി ഇതിനകത്ത് ജനറേറ്റ് ചെയ്തത്. സോ ഐൻസ്റ്റീൻ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ പറയുന്നത് there is no such condition as an absolute rest or of uniform motion എന്നാണ് പറയുന്നത്. അതാണ് ഫണ്ടമെന്റൽസ് ഓഫ് ന്യൂട്ടൺസ് ലോസിനെ ഷേക്ക് ചെയ്യുന്നത്. So it is this scientist that Albert Einstein എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് stands in the course of history and divides history into two parts. അല്ലേ, നമ്മൾ ഐൻസ്റ്റീന് മുന്നേ ഉള്ള കാലത്തിനെ നമ്മൾ എന്ത് പറയും? നമ്മൾ ക്ലാസിക്കൽ ഇറ എന്ന് പറയും. ഐൻസ്റ്റീന് ശേഷമുള്ള കാലത്തിനെയാണ് നമ്മൾ മോഡേൺ ഇറ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ ഗ്രേറ്റ്നെസ്. എന്താ പറയുന്ന ഒരു വൺ പേഴ്സൺ ഈസ് സ്റ്റാൻഡിങ് ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ്റ്ററി ആൻഡ് ഹി ഡിവൈഡ്സ് ഇറ ബിഫോർ ഹിം ആൻഡ് ആഫ്റ്റർ ഹിം. അല്ലേ, എന്താ പറയുന്നത്, ജീസസ് ക്രൈസ്റ്റ് ഒക്കെ ചെയ്ത പോലെ AD അല്ലെങ്കിൽ ബിഫോർ ക്രൈസ്റ്റ്, ആഫ്റ്റർ ക്രൈസ്റ്റ് എന്ന് പറയുന്ന BC AD എന്ന് പറഞ്ഞ പോലെ he stands and divides the scientific era into classical mechanics before him and modern mechanics after him. പക്ഷേ സ്റ്റിൽ വി ഗോ വിത്ത് ന്യൂട്ടൺസ് ലോസ് ബിക്കോസ് ഓഫ് ദ റിയൽ സിംപ്ലിസിറ്റി ഓഫ് ന്യൂട്ടൺസ് ലോസ്. ന്യൂട്ടൺ അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സാക്ട്ലി സിമ്പിളായിട്ടാണ്. അതായത് ഒരു ഈവൻ എ ചൈൽഡ് വിൽ നോ, നമ്മൾ സ്കൂൾ ലെവലിൽ പഠിച്ചാൽ പോലും ഇറ്റ്സ് സോ ഈസി ടു സ്റ്റഡി ദ ന്യൂട്ടൺസ് ലോസ്. അപ്പം ബട്ട് ആക്ച്വലി ന്യൂട്ടൺസ് ലോസ് ആർ നോൺ എക്സിസ്റ്റന്റ്. ജനറലി വി ഇൻ മോഡേൺ മെക്കാനിക്സ് ഗോ വിത്ത് ഐൻസ്റ്റീൻസ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. അപ്പം ദിസ് ഈസ് അബൌട്ട് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. ഓക്കെ, സോ വെൻ വി ഗോ ഇൻ ന്യൂട്ടൺ സെക്കൻഡ് ലോ, ഇത് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലോ ആണ്. ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഞാൻ ഇപ്പം നെക്സ്റ്റ് സ്ലൈഡിൽ പറയാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എൻ ഒബ്ജെക്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റിസൾട്ടൻറ്റ് ഫോഴ്സ്. So directly proportional to the resultant force. Rate of change of momentum of an object എന്നാണ് പറയുന്നത്. Rate of change of momentum of an object is directly proportional to the applied force and is in the direction of the resultant force എന്നാണ് പറയുന്നത്. If you are keen enough, ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു ചെറിയൊരു ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും. കാര്യം this is exactly the definition of Faraday's electromagnetic induction first law. ഫസ്റ്റ് ലോയിൽ ഫാരഡേ പറയുന്ന അതേ ഡെഫിനിഷൻ തന്നെയാണ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോയ്ക്ക് ഉള്ളത്. അത് നെക്സ്റ്റ് സ്ലൈഡിൽ പോയിട്ട് നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വരാം. ഇതൊന്നുകൂടി നിങ്ങളൊന്ന് വായിച്ചു വെച്ചോളൂ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എൻ ഒബ്ജെക്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റിസൾട്ടൻറ്റ് ഫോഴ്സ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്തും പറയാം. അതായത് the resultant force applied is directly proportional to the rate of change of momentum എന്നും പറയാം. അങ്ങനെയും പറഞ്ഞൂടെ? അതായത് ഇപ്പം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ എഴുതിയിരിക്കുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റിസൾട്ടൻറ്റ് ഫോഴ്സ് അപ്ലൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്നും പറയാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്നും പറയാം. ഇതിന് എക്സാക്ട്ലി ഈക്വലൻ്റ് ആയിട്ടുള്ള ലോയാണ് ഫാരഡേസ് സെക്കൻഡ് ലോ. What is Faraday's second law? Faraday's second law of electromagnetic induction states the generated EMF is directly proportional to rate of change of flux linkage. Very, very, very important. അപ്പം this is not new law. ഇലക്ട്രിസിറ്റിയിൽ ഇതൊരു ന്യൂ ലോ ഒന്നും അല്ല. ആക്ച്വലി ഇത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ ന്യൂട്ടൺ പറഞ്ഞിട്ടുള്ള ലോ ആണ്. അതായത് ന്യൂട്ടൺ പറയുന്നത് അപ്ലൈഡ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്നാണ്. ഫാരഡേ ഒന്നും പറയുന്നില്ല. ഫാരഡേ പറയുന്നു ഇൻഡ്യൂസ്ഡ് EMF ജനറേറ്റഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് എന്ന് അല്ലേ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു സ്ലൈഡിൽ പോയിട്ട് വന്നാൽ ദിസ് ഈസ് വാട്ട് ഈസ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ ന്യൂട്ടൺ സെക്കൻഡ് ലോ. എന്താ ന്യൂട്ടൺ സെക്കൻഡ് ലോയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ? എഫ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് d/dt അല്ലേ. റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറഞ്ഞാൽ d/dt ആണ്. d/dt ഓഫ് mv.
d/dt of mv. ഇനി d/dt of mv എന്ന് പറയുമ്പോൾ മാസ് m എന്ന് പറയുന്നത് മാസ്സാണ് കേട്ടോ. m എന്ന് പറയുന്നത് മാസ്സാണ്, ആ ഓബ്ജക്റ്റിൻ്റെ മാസ്സാണ്. യു സി എം എന്ന് എഫ് എന്ന് പറയുന്ന റിസൾട്ടൻ്റ് ഫോഴ്സ് ആണ്, എം എന്ന് പറയുന്ന മാസ്സാണ്, എ എന്ന് പറഞ്ഞ ആക്സിലറേഷൻ ആണ്. അപ്പം എം എന്ന് പറയുന്ന മാസ്സാണ്. അപ്പോൾ എം ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ അതങ്ങ് പുറത്തെടുത്താൽ ഇറ്റ് ബിക്കംസ് എം ഡി വി ബൈ ഡി ടി. ഇറ്റ് ബിക്കംസ് എം ഡി വി ബൈ ഡി ടി. ആൻഡ് വാട്ട് ഈസ് വി? വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. അപ്പോൾ വാട്ട് ഈസ് ഡിഫറൻഷ്യൽ ഓഫ് വെലോസിറ്റി? യു സി വാട്ട് ഈസ് ഡിഫറൻഷ്യൽ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഡി എസ് ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ആണ് അല്ലേ. ആൻഡ് വാട്ട് ഈസ് ഡി വി ഡിവൈഡഡ് ബൈ ഡി ടി? ഡി വി ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആക്സലറേഷൻ ആണ്. So differential of displacement is velocity and differential of velocity is acceleration. അങ്ങനെയാണെങ്കിൽ ഡി വി ബൈ ഡി ടിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഡി വി ബൈ ഡി ടിക്ക് പകരം നമുക്ക് ലീനിയർ ആക്സലറേഷൻ എ എന്ന് കൊടുത്താൽ ഇക്വേഷൻ എന്തായി? എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നായി അല്ലേ. എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നായി. അതേ എക്സ്പ്രഷനാണ് നമ്മൾ മുമ്പിലുള്ള സ്ലൈഡിൽ എഫ് ഇസ് ഈക്വൽ ടു എം എയിൽ ഇട്ടിരിക്കുന്നത്. Okay, so this is actually the first law of Newton's law എന്ന് പറയുന്നത് law of inertia ആണ്. law of inertia ആണ്. Second Newton's law എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ law of momentum ആണ്. law of momentum. Because he says the rate of change of momentum is proportional to the applied force. അപ്പോൾ rate of change of momentum is equal to applied force എന്നുള്ളത് നമ്മൾ സോൾവ് ചെയ്താൽ എന്തായിട്ട് മാറും? അത് F is equal to ma എന്നുള്ള രീതിയിൽ മാറും. So this is what is Newton's സെക്കൻഡ് ലോ. അപ്പോൾ ഇനി ഫാരഡേസ് ലോ പറഞ്ഞാൽ, ഫാരഡേസ് ലോ ആണ് പറയുന്നതെങ്കിൽ, ഒരു മിനിറ്റ്, ഫാരഡേസ് ലോ ആണ് പറയുന്നതെങ്കിൽ ഞാൻ ഫുൾ ഇറൈസ് ചെയ്യാണ്. ഓക്കെ, ഫാരഡേ. അപ്പം ന്യൂട്ടൺസ് ലോ എന്താണെന്ന് നമ്മൾ പറഞ്ഞ്, ന്യൂട്ടൺസ് ലോ ഈസ് എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ. എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പം ഫാരഡേസ് ലോ എന്താ പറയുന്നത്? വാട്ട് ഈസ് ഫാരഡേസ് സെക്കൻഡ് ലോ? ജനറേറ്റഡ് ഇ എം എഫ് ഇ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി ഫൈവ് ബൈ dt is equal to d phi by dt. This is what is extremely relevant for us. Okay, അപ്പം നിങ്ങൾ അനലോഗ് ചോദിച്ചാൽ you can say Faraday's first law is analogous to Newton's first law and Faraday's second law is analogous to Newton's second law. Okay, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം, നോട്ട്സ് എഴുതി പൊയ്ക്കണം. അപ്പോൾ ഈ പ്രൊപ്പോർഷണൽ ടു ഡി ഫൈവ് ബൈ ഡി ടി, പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇ ഈസ് ഈക്വൽ ടു എൻ ഡി ഫൈവ് ബൈ ഡി ടി എന്നാക്കും. ഇ ഈസ് ഈക്വൽ ടു എൻ ഡി ഫൈവ് ബൈ ഡി ടി എന്നാക്കും അല്ലേ. ഇ ഈസ് ഈക്വൽ ടു എൻ ഡി ഫൈവ് ബൈ ഡി ടി. ഇത് ദിസ് ഈസ് നോ ഡിഫറെൻറ്റ് അല്ലേ. ദിസ് ഈസ് ഈക്വൽ ടു ഫാരഡേസ് ന്യൂട്ടൺ സെക്കൻഡ് ലോ. കാരണം നമുക്ക് ഇതിനെ എന്തെഴുതാം? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഈസ് ഈക്വൽ ടു എം ഡി വി ബൈ ഡി ടി എന്ന് എഴുതാം. എഫ് ഈസ് ഈക്വൽ ടു എം ഡി വി ബൈ ഡി ടി എന്ന് എഴുതാം. സോ എഫ് ഈസ് ഈക്വൽ ടു എം ഡി വി ബൈ ഡി ടി ഈസ് ന്യൂട്ടൺ സെക്കൻഡ് ലോ. ഇ ഈസ് ഈക്വൽ ടു എൻ ഡി ഫൈവ് ബൈ ഡി ടി ഈസ് ഫാരഡേസ് സെക്കൻഡ് ലോ. ഈസ് ഫാരഡേസ് സെക്കൻഡ് ലോ. ഈസ് ഫാരഡേസ് സെക്കൻഡ് ലോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ദിസ് ഈസ് വാട്ട് ഈസ് ഫാരഡേസ് സെക്കൻഡ് ലോ. ഇനി വാട്ട് അബൌട്ട് ന്യൂട്ടൺസ് തേർഡ് ലോ? ഞാനിത് ഇറേസ് ചെയ്യുന്നില്ല. ന്യൂട്ടൺസ് തേർഡ് ലോ നമുക്ക് ഇവിടെ തന്നെ നോക്കാം. when two objects interact they exert equal and opposite forces on each other. അല്ലെങ്കിൽ ഇതിനേക്കാളും സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം. എവറി ആക്ഷൻ ഹാസ് an equal and opposite reaction. അതിനെയാണ് നമ്മൾ ന്യൂട്ടൺസ് തേർഡ് ലോ എന്ന് പറയുന്നത്. എവറി ആക്ഷൻ ഹാസ് an equal and opposite reaction. അപ്പോൾ എല്ലാ ആക്ഷനും എന്തുണ്ടെന്നാണ് പറയുന്നത്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. സോ വാട്ട് ഈസ് എഫ്? എഫ് ഈസ് ഈക്വൽ ടു എം എ ഓർ എഫ് മൈനസ് എം എ ഈസ് ഈക്വൽ ടു സീറോ. എഫ് മൈനസ് എം എ. നമ്മൾ നോർമലി അത് ന്യൂട്ടൺസ് കേസിൽ നമ്മളിത് റിസൾട്ടൻ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് ഈക്വൽ ആയിട്ട് രണ്ട് സൈഡിൽ ഇക്വേറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ വെൻ വി ഗോ ഡീറ്റെയിൽ ഇൻ ടു മെക്കാനിക്സ് നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി എഫ് മൈനസ് എം എ ഈസ് ഈക്വൽ ടു സീറോ എന്നാക്കിയാൽ നമുക്കതിനെ ഡി എലംബർട്ട്സ് പ്രിൻസിപ്പിൾ എന്ന് പറയാം. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഡി എലംബർട്ട്സ് പ്രിൻസിപ്പിൾ. ഡി എലംബർട്ട്സ് പ്രിൻസിപ്പിൾ. എന്താണ് ഡി എലംബർട്ട്സ് പ്രിൻസിപ്പിൾ? ഡി എലംബർട്ട്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എഫ് മൈനസ് എം എ ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്നതാണ് ഡി എലംബർട്ട്സ് പ്രിൻസിപ്പിൾ. സോ ന്യൂട്ടൺ വാസ് സോ ബ്രില്യൻ. ന്യൂട്ടൺ എന്തൊക്കെ പറഞ്ഞു? ന്യൂട്ടൺ വാസ് സോ ബ്രില്യൻ ദാറ്റ് ഹി ഫസ്റ്റ് ലോയിൽ ഫോഴ്സ് ഡിഫൈൻ ചെയ്തു. സെക്കൻഡ് ലോയിൽ ഹി ഡിഫൈൻസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ്. തേർഡ് ലോയിൽ എന്ത് ചെയ്യുന്നു? ഹി ഈസ് ഗിവിംഗ് ദ ഡയറക്ഷൻ ടു ദ ഫോഴ്സ്. ബിക്കോസ് ഹി ഓൾറെഡി ന്യൂ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന്, ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്ന് ന്യൂട്ടൺ ഓൾറെഡി അറിയാമായിരുന്നു. അപ്പം ന്യൂട്ടൺ ഫോഴ്സ് എന്താണെന്ന് പറഞ്ഞു, ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ പറ്റി പറഞ്ഞു, തേർഡ് ലോയിൽ ഫോഴ്സിൻ്റെ ഡയറക്ഷനെ പറ്റിയും പറഞ്ഞു. ഫാരഡേക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാരഡേ ഫസ്റ്റ് ലോയിൽ ഇ എം എഫിനെ പറ്റി പറഞ്ഞു. സെക്കൻഡ് ലോയിൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇ എം എഫ് ഇസ് ഈക്വൽ ടു എൻ ഡി ഫൈവ് ബൈ ഡി ടി ആണെന്ന് പറഞ്ഞു. പക്ഷേ തേർഡ് ലോ, ദർ ഈസ് നോ തേർഡ് ലോ ബൈ ഫാരഡേ. ഫാരഡേയുടെ തേർഡ് ലോ എന്ന് പറയുന്നത് ആൻ ആഡൻഡം ടു ഫാരഡേസ് ലോ ആണ്. ആ ആഡൻഡം ടു ഫാരഡേസ് ലോയിനെ നമ്മൾ ലെൻസസ് ലോ എന്ന് പറയും. ലെൻസസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെല്ലാവരും
തകർത്ത് പഠിച്ചോണം. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ലെൻസസ് ലോ. സോ ദർ ഈസ് നോ തേർഡ് ഫാരഡേസ് ലോ. ഫാരഡേസ് ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്ര ലോ ഓഫ് ഫാരഡേ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ലോസ് ഓഫ് ഫാരഡേ മാത്രമേ ഉള്ളൂ. വാട്ട് ഈസ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വിത്ത് റെസ്പെക്ട് ടു ഫാരഡേസ് ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മാത്രമേ നിങ്ങൾ ആൻസർ ചെയ്യാവുള്ളൂ. ബിക്കോസ് നമ്മുടെ മനസ്സിലിരിക്കുന്ന എക്സ്പ്രഷൻ വേറെ ഒന്നാണ്, അത് ലെൻസസ് ലോ വെച്ചിട്ടുള്ള എക്സ്പ്രഷൻ ആണ്. അത് E is equal to -n d∅dt ആണ്. ഇത് ഫാരഡേയുടെ ലോ അല്ല. ഫാരഡേസ് ലോ ഹാസ് നോ കോൺട്രിബ്യൂഷൻ ഓഫ് നെഗറ്റീവ് സൈൻ. ഫാരഡേ പറയുന്നത് ഇറ്റ്സ് ഓൺലി n d∅dt എന്നാണ്. മൈനസ് കൊടുക്കുന്നത് ആരാണ്? ലെൻസസ് ലോ ആണ്. ലെൻസസ് ലോ എന്താണ്? ലെൻസസ് ലോ സ്റ്റേറ്റ്സ് എന്താ ലെൻസസ് ലോ? ഡയറക്ഷൻ ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF. ഡയറക്ഷൻ ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF വിൽ ബി സച്ച് ദാറ്റ് ഇറ്റ് ഓൾവേസ് ഒപ്പോസസ് ദ കോസ് പ്രൊഡ്യൂസിങ് ഇറ്റ് എന്നാണ്. അതെന്താണ് അപ്പോൾ? അത് ആക്ച്വലി ന്യൂട്ടൺസ് തേർഡ് ലോ ആണ്. ബിക്കോസ് ന്യൂട്ടൺസ് തേർഡ് ലോ പറയുന്നത് എന്താണ്? ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. എപ്പോഴും റിയാക്ഷൻ എന്തിന് ഓപ്പോസിറ്റ് ആയിരിക്കും? നമ്മുടെ ആക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ജനറേറ്റ് ചെയ്തിരിക്കുന്ന EMF എന്തിന് ഓപ്പോസിറ്റ് ആയിരിക്കും? അതിൻ്റെ റീസൺ എന്താണോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ജനറേറ്റഡ് EMFൻ്റെ ഡയറക്ഷൻ. സോ ദ ഡയറക്ഷൻ ഓഫ് ദി ജനറേറ്റഡ് EMF വിൽ ബി സച്ച് ദാറ്റ് ഇറ്റ് ഒപ്പോസസ് ദ കോസ് പ്രൊഡ്യൂസിങ് ഇറ്റ് എന്ന് പറഞ്ഞാൽ E ബിക്കംസ് എന്ത്? -n d∅dt. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി by Faraday's law there is no negative sign. Faraday's law it is E is equal to n d∅dt, or you can simply say E proportional to d∅dt. അല്ലേ? സോ ഫാരഡേസ് ഫസ്റ്റ് ലോ, ഫാരഡേസ് സെക്കൻഡ് ലോ ആൻഡ് ലെൻസസ് ലോ, ഇത് ഞാൻ ന്യൂട്ടൺസ് ലോയുടെ കൂടെ ചേർത്ത് അനലോഗി വരുന്നത് കൊണ്ട് പറഞ്ഞതാണ്. ഇത്രയും കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓർത്ത്